നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പരിസ്ഥിതി സംബന്ധമായ ഒരു കാര്യവുമായിട്ടാണ് ഇന്ന് തുടങ്ങുന്നത്. നമ്മുടെ മാലിന്യ സ്രോതസ്സുകളെയും മാലിന്യ നിർമ്മാർജ്ജനത്തെ കുറിച്ചും പറയുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ജൈവ വേസ്റ്റ്, അജൈവ വേസ്റ്റുകൾ, ഖരമാലിന്യങ്ങൾ, ഇവ മൂന്നായി തിരിക്കാം. ഇതിൽ അടുക്കള വേസ്റ്റ് ഒരു പ്രധാന ഘടകമാണ്. അത് ഒഴിവാക്കുന്നതിൽ വളരെയേറെ വിഷമം വീട്ടമ്മയ്ക്കാണ്. അത് എവിടെ കൊണ്ട് കളയും, അത് വലിയൊരു വിഷമമാണ്. അതിന് ഉപാധിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ബയോഗ്യാസ് പ്ലാന്റ് വാങ്ങിക്കുക എന്നുള്ളതാണ്. ഒരു ചെറിയ കുടുംബത്തിന് ഒരു 3 മണിക്കൂർ ഏകദേശം ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ ഗ്യാസ് ലഭിക്കുന്ന, അത് 3 മണിക്കൂർ തുടർച്ചയായിട്ടല്ല, ഓരോ 2 ഘട്ടങ്ങളിലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ഗ്യാസ് ലഭിക്കുന്ന ഒരു ബയോഗ്യാസ് പ്ലാന്റിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഈ പ്ലാന്റ് വെച്ചിട്ട് 1 വർഷമായി. വളരെ നേരത്തെ ബയോഗ്യാസ് പ്ലാന്റ് 35 വർഷം മുമ്പ് ബയോഗ്യാസ് പ്ലാന്റ് വീട്ടിലുണ്ടായിരുന്നു. ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിട്ട് ലൈറ്റ് വരെ കത്തിച്ചിരുന്നു. പിന്നീട് അത് കന്നുകാലികളെയൊക്കെ ഒഴിവാക്കിയപ്പോൾ പിന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അത് അപ്പോൾ അത്രയും പരിചയമുള്ളത് കൊണ്ട് ഇപ്പോൾ നമ്മൾ അടുക്കള വേസ്റ്റ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അടുക്കള വേസ്റ്റ് ഉപയോഗിച്ചുള്ള ഒരു ഗ്യാസ് പ്ലാന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്ന പ്ലാന്റിൽ അടുക്കള വേസ്റ്റ് മാത്രമല്ല, അടുക്കള വേസ്റ്റിൽ എന്ന് പറയുന്നത് നമുക്ക് പച്ചക്കറി വേസ്റ്റ്, ഫുഡ് ബാലൻസ് വന്നത്, കഞ്ഞിവെള്ളം, പഴം, ഇവയൊക്കെയാണ്. ഇവയല്ലാതെ ഞാൻ ഉപയോഗിക്കുന്നത് വീടിന് ചുറ്റുമുള്ള ചെടികൾ, ഇലകൾ ദിവസവും കൊഴിഞ്ഞു വീഴുകയല്ലോ, അത്തരം അവയുടെ കമ്പുകൾ വെട്ടി മാറ്റണം ഇടയ്ക്കൊക്കെ. അപ്പോൾ അവയുടെ ഇലകൾ, പിന്നെ മുളങ്കൂട്ടമുണ്ട്, 2-3 മുളങ്കൂട്ടമുണ്ട്, അതിൻ്റെ ഇലകളും കൂടി ഉപയോഗിക്കുന്നു. ശരിക്കും അടുക്കള വേസ്റ്റ് ഇട്ട് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വാതകം എനിക്ക് ലഭിക്കുന്നത് ഈ പച്ചിലകൾ നൽകുമ്പോഴാണ്. അതെൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഇലകളൊന്നും നേരിട്ട് നമുക്ക് ആ പ്ലാന്റിലേക്ക് ഇടാൻ കഴിയില്ല. അത് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് ഇടണം. അതിന് സമയം വേണം. സമയമുണ്ടെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ പ്ലാവിലയൊക്കെ ഉണ്ടാവും. ആ പ്ലാവിലയൊക്കെ എടുത്ത് ഒന്നിച്ചതിലിട്ട് കഴിഞ്ഞാൽ ആ പ്ലാന്റ് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ഇടുക തന്നെ വേണം. ഇലകൾ കട്ട് ചെയ്ത് ഇടുക. പിന്നെ പൂക്കൾ, ഇലകൾ, ഇവയൊന്നും വെറുതെ ആക്കി കളയണ്ട. ഇവയെല്ലാം നമുക്കതിൽ ഉപയോഗപ്പെടുത്താം. ഇനി നമുക്ക് ആ പ്ലാന്റിൻ്റെ പ്രവർത്തനം പ്ലാന്റും നമുക്ക് പരിചയപ്പെടാം. വരൂ. ഇന്ന് ബയോഗ്യാസ് പ്ലാന്റുകളെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ബയോഗ്യാസ് പ്ലാന്റുകൾ ഗോബർ ഗ്യാസ് ബയോ പ്ലാന്റ് ഉണ്ട്. ഗോബർ ഗ്യാസ് ബയോ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ചാണകത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വാതകം. അത് എല്ലാവർക്കും കഴിയില്ല. കന്നുകാലി സമ്പത്തുള്ളവർക്ക് മാത്രമേ അത് കഴിയുള്ളൂ. പക്ഷെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ചെറിയ ഒരു കുടുംബത്തിനും പറ്റിയ ഒരു ബയോഗ്യാസ് പ്ലാന്റിനെ കുറിച്ചാണ് ഞാനിന്ന് വിവരിക്കുന്നത്. നമുക്ക് നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിൽ, നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിൽ ഏറ്റവും ആദ്യം നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങണം. അതിൽ നിന്ന് ജൈവ മാലിന്യങ്ങൾ നമുക്ക് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം എന്നുള്ളത് വലിയ ഒരു പോരായ്മ, ഒരു വിഷമം തന്നെയാണ് എല്ലാവർക്കും. ജൈവ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ, ഖരമാലിന്യങ്ങൾ, ഇങ്ങനെ 3 തരത്തിലെ മാലിന്യങ്ങളാണുള്ളത്. അതിൽ അടുക്കള വേസ്റ്റ്, ജൈവ വേസ്റ്റ് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം, അത് നമുക്കെങ്ങനെ വളമാക്കി മാറ്റാം, അതെങ്ങനെ പണമാക്കി മാറ്റാം. പണമാക്കി മാറ്റുക എന്ന് ഞാൻ പറയുന്നത്, ചെറിയ ഒരു 2-3 സെൻറ്റ് വീടിലുള്ളവർക്ക് ഇത്തരമൊരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന സ്ലറി ആ വീട്ടിലെ ചെടികൾക്കൊന്നും ഉപയോഗിക്കാൻ, ചെടികളൊന്നും നട്ടു വളർത്താൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ഈ സ്ലറി എന്ത് ചെയ്യാം, നഴ്സറികൾക്കോ മറ്റ് കൃഷിക്കാർക്കോ വിൽപ്പന നടത്താം. ഇത് അറിയുന്നവർ ഇത് വാങ്ങും. ഈ സ്ലറിയിൽ വെള്ളം ചേർക്കാതെ വിറ്റാൽ മതി, ആരും വാങ്ങും. അത്രയ്ക്കും വളക്കൂറുള്ളതാണ് ഈ സ്ലറി. നമുക്ക് നോക്കാം ഒരു ബയോഗ്യാസ് പ്ലാന്റിനെ കുറിച്ച്. ഇത് ഒരു ബയോഗ്യാസ് പ്ലാന്റാണ്. ഇത് റെയ്ഡ്കോ എന്ന നമ്മുടെ സർക്കാർ സ്ഥാപനത്തിൻ്റെ ഗ്യാസ് പ്ലാന്റാണ്. ഇതിൻ്റെ വില 17,000 രൂപ. പല ജില്ലകളിലും വ്യത്യാസം വരും. 17,000 രൂപയാണ് കോഴിക്കോട് വില. ഇപ്പോൾ വില കൂടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പല പഞ്ചായത്തുകളും
മുനിസിപ്പാലിറ്റികളൊക്കെ ചില വീട്ടുകാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സബ്സിഡി റേറ്റിൽ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. ഇത് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയൊക്കെ സൗജന്യമായിട്ട് തന്നെ കുറേ വീടുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് പലരും ഉപയോഗിക്കുന്നതിലെ അറിവില്ലായ്മ കൊണ്ട് വീടുകളിൽ വെറുതെ ഇട്ടിരിക്കുക. അവർക്ക് കൃത്യമായ ഗ്യാസ് കിട്ടുന്നില്ല. അത് കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇതൊരു 4 പീസായിട്ടാണ് കിട്ടുക. ഒന്നൊരു മൂടി, ഒന്ന് ഇതിൻ്റെ മുകളിൽ വെക്കുന്ന ഒരു കോൺക്രീറ്റ് കഷ്ണം, പിന്നെ ഒരു പൈപ്പ്, പിന്നെ ഒരു അടുപ്പ്. ഇത്തരം സാധനങ്ങളാണ് കിട്ടുക. ഈ സാധനങ്ങൾ നമുക്ക് അടുക്കളയിൽ നിന്ന് 10 മീറ്ററിനുള്ളിൽ വേണം സ്ഥാപിക്കാൻ. എന്താ വെച്ചാൽ ഈ പൈപ്പിൻ്റെ നീളം, ഇതിൽ നീളം കൂട്ടാൻ പറ്റില്ല. 10 മീറ്ററിനുള്ളിൽ നമുക്ക് ഒതുക്കണം. അത് 10 മീറ്ററാണ് നമുക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ കിട്ടുക. ആ 10 മീറ്ററിൻ്റെ ഉള്ളിൽ ഒതുക്കുകയും വേണം. ഇതിനുള്ളിൽ ജലം നിൽക്കാതെ ഇരിക്കുകയും വേണം. അത് പിന്നീട് നമുക്ക് പറയാം. ഈ പ്ലാന്റ് സ്ഥാപിക്കാൻ വളരെ എളുപ്പമാണ്. നിരന്നൊരു സ്ഥലം കണ്ടെത്തുക. ആ നിരപ്പുള്ള സ്ഥലത്ത് ഈ പ്ലാന്റ് വയ്ക്കുക. ഈ പ്ലാന്റ് വെച്ച് ചാണകം ആദ്യം മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യം ഒരു 7 കൊട്ട അല്ലെങ്കിൽ 7 ബക്കറ്റ് വളം നന്നായി കൈകൊണ്ട് കലക്കി ഇതിലൊഴിക്കുക. ഒരു 7 ബക്കറ്റ് അല്ലെങ്കിൽ 10 ബക്കറ്റ്, കൂടി വന്നാൽ 10 ബക്കറ്റ്, 7 ബക്കറ്റ് മതി. ഞാനിതിൽ 7 ബക്കറ്റേ ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ 7 ബക്കറ്റ് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഭാഗത്ത് പച്ചവെള്ളം ഒഴിക്കണം. ഇതിൽ വെള്ളമാണ്. ഇതിൽ കൊതുക് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നെറ്റ് ഇട്ടിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ വെള്ളമാണ്. ഇതിൽ വെള്ളമാണ്. ഇത് വെള്ളമാണ്. ഇതിങ്ങനെ തിരിക്കാം. ഇടയ്ക്കൊന്ന് നമ്മൾ തിരിച്ചു കൊടുക്കുകയൊക്കെ വേണം. അതിനുശേഷം ഈ ഒരു കോൺക്രീറ്റ് മൂടി ഇതിന് മുകളിൽ വയ്ക്കുക. ഇവിടെയാണ് പൈപ്പ് കണക്ഷൻ. ഇവിടെ ഓഫാക്കാൻ ഓണാക്കാനുള്ള സൗകര്യമുണ്ട്. ഈ പൈപ്പ് വഴിയാണ് അടുക്കളയിലേക്ക് ഗ്യാസ് പോവുക. അപ്പോൾ ഇതിലൊരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. മീഥേൻ അടങ്ങിയ ഗ്യാസ് ആണല്ലോ ഇതിനുള്ളിൽ കൂടി വരിക. അപ്പോൾ വെള്ളം കെട്ടി നിന്നാൽ ഗ്യാസ് ലഭിക്കില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്നത്, അടുക്കളയിലുള്ള എല്ലാ വേസ്റ്റുകളും കൊണ്ടുപോയിടാമെന്ന് വിചാരിക്കരുത്. പച്ചക്കറി വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, കഞ്ഞിവെള്ളം ഇതെല്ലാം ഉപയോഗിക്കാം. പക്ഷേ അതിൽ കോഴിമുട്ടത്തോട് ശ്രദ്ധിച്ചോളൂ. കോഴിമുട്ടത്തോട്, ഇറച്ചി എല്ലിൻ കഷ്ണം, മത്സ്യം മുള്ള്, ഉള്ളിത്തോട്, നാരകത്തിൻ്റെ തൊലിയും നാരകവും, ഇത്തരം സാധനങ്ങൾ ഇതിൽ ഒരിക്കലും ഉപയോഗിക്കുക. അതുപോലെ പ്ലാസ്റ്റിക്കും മണ്ണും ഇതിൽ ഇടരുത്. അതുകൊണ്ട് അടുക്കളയിൽ വളരെ ശ്രദ്ധിച്ച് തന്നെ ഈ വേസ്റ്റ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് വേറെ തന്നെ മാറ്റി നിർത്തണം. കോഴിമുട്ടത്തോടൊക്കെ പൊടിച്ചു കഴിഞ്ഞാൽ ചെടികൾക്ക് വളരെ നല്ലതാണ്. കാൽസ്യമായിട്ടൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ നാരങ്ങത്തോല് കൊണ്ട് പല ഉപയോഗവും നടക്കും. കൃഷിയിൽ ഇതെല്ലാം ഉപയോഗിക്കാം, ഒന്നും വേസ്റ്റല്ല. അതേ സമയത്ത് ഇതിൽ വേസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇതിലെ ഫുഡ് വേസ്റ്റ് നിക്ഷേപിക്കാൻ. ഫുഡ് വേസ്റ്റ് നിക്ഷേപിക്കുമ്പോൾ ഇതിൽ വെള്ളവും ഒരുമിച്ച് നിക്ഷേപിക്കണം. അങ്ങനെ ഒരുമിച്ച് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇത് പുതുതായിട്ട് പ്ലാന്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു 4 ദിവസത്തിനുള്ളിൽ തന്നെ ഗ്യാസ് കിട്ടും. അതിന് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെയുള്ള മറ്റൊരു ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള സ്ലറി, 1 ലിറ്റർ സ്ലറി ഇതിൽ ഒഴിച്ചു കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ ജീവാണുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജൈവ വസ്തുക്കൾ വിഘടിക്കുള്ളൂ. ജൈവ വസ്തുക്കൾ വിഘടിക്കുമ്പോൾ മാത്രമേ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ജൈവ വസ്തുക്കൾ നമ്മളതിൽ തള്ളിയത് കൊണ്ട് മാത്രം ഗ്യാസ് ഉൽപ്പാദനം ഉണ്ടാവില്ല. അപ്പോൾ ജൈവ വസ്തുക്കൾ ഇതിൽ നിറച്ചതിന് ശേഷം അല്ലെങ്കിൽ നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് സ്ലറി എവിടെന്നെങ്കിലും 1 ലിറ്റർ സ്ലറി കൊണ്ടുവന്നിട്ട് ഇതിൽ ഒഴിക്കണം ബയോഗ്യാസ് പ്ലാന്റിൻ്റെ. എങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയുള്ളൂ. പ്ലാന്റിൻ്റെ പ്രവർത്തനം കാണാം, വരൂ. ഇതാണ് പ്ലാന്റിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ബയോഗ്യാസ് സ്ലറി വരിക. സ്ലറിയാണ് ഈ കാണുന്നതെല്ലാം സ്ലറിയാണ്. ഈ സ്ലറി നമുക്ക് നല്ലൊരു വളമാണ്. ജൈവവളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഏറ്റവും നല്ല ജൈവവളമാണ്. അതിന് ഇതും കൊതുക് വലയിട്ട് മൂടി വെക്കേണ്ടത് നിർബന്ധമാണ്, അല്ലെങ്കിൽ കൊതുകുകൾ പെരുകും. പിന്നെ ഇനി നമുക്ക്
കിച്ചൺ വിശേഷത്തിലേക്ക് പോകാം. ഇതിൽ നിന്ന് ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് തിരിച്ചു കൊടുക്കണം. ഇതൊരു ഇളക്കം വേണം. അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ടും വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു പ്ലാന്റാണ് ഈ ബയോഗ്യാസ് പ്ലാന്റ്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഴിമുട്ടത്തോടും ഇറച്ചി കഷ്ണങ്ങളും മീൻ മുള്ളുകളും നാരങ്ങയും നാരങ്ങത്തോടുകളും ഉപയോഗിക്കരുത്, ഒരിക്കലും ഉപയോഗിക്കരുത്. പ്ലാസ്റ്റിക് അതിനുള്ളിൽ കിടക്കരുത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ കിച്ചൺ. ഇതൊരു 1 ബേണറാണ്. ഇങ്ങനെ 2 ബേണറിനുള്ള സ്റ്റൗവ് വലിയ പ്ലാന്റിനെ പറ്റുള്ളൂ. നമ്മുടെ പ്ലാന്റ് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് ഒറ്റ അടുപ്പ് മാത്രമേ ഉള്ളൂ. ഇത് കത്തിക്കണമെങ്കിൽ ഗ്യാസ് ലൈറ്റർ ഉപയോഗിച്ചാൽ കത്തില്ല. കാരണം ഇതിൽ മീഥേൻ വരുന്നത് കുറവാണ്. നമുക്ക് മീഥേൻ്റെ അംശം കൂടുമ്പോഴാണ് പെട്ടെന്ന് ഫ്ലെയിമിങ് ഉണ്ടാവുക. ഇത് നമുക്ക് ഒരു മെഴുകുതിരി കത്തിച്ചിട്ടോ അല്ലെങ്കിൽ നീളമുള്ള തീപ്പെട്ടി കത്തിച്ചിട്ടോ നമുക്ക് കത്തിച്ച് നോക്കാം. ഇങ്ങനെയാണ് കത്തേണ്ടത്. ഇതിൽ നമുക്ക് ഈ പൈപ്പിലൊന്നും ഒരു തരത്തിലും വെള്ളം നിൽക്കാൻ പാടില്ല. വെള്ളം നിൽക്കുമ്പോൾ കണ്ടില്ലേ ഒരു റോസ് കളർ വരുന്നത്? ഇടയ്ക്കൊന്നും നമ്മൾ ഈ പൈപ്പൊന്ന് പൊന്തിച്ചു കൊടുക്കണം. പിന്നെ തൊട്ടടുത്ത വാതിലുകളോ ജനലുകളോ ഉണ്ടെങ്കിൽ ഇത്തരം സ്റ്റൗകൾ കത്തിക്കുമ്പോൾ ഫ്ലെയിമിങ് പുറത്തേക്ക് പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാറ്റടിക്കാത്ത സ്ഥലത്തായിരിക്കണം സ്റ്റൗവ് വെക്കേണ്ടത്. ഇതിൻ്റെ മുകളിലാണ് ഇനി നമുക്ക് പാത്രങ്ങൾ വെക്കേണ്ടത്.